ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. വെൽക്കം ബാക്ക് ടു അനദർ ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. ദൃഢം മൂവി അങ്ങനെ നമ്മൾ കണ്ടിട്ട് വന്നിരിക്കുകയാണ്. ഷെയ്ൻ നിഗമാണ് പടത്തിലെ നായകൻ. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് മാർട്ടിൻ ജോസഫ്. പുള്ളിക്കാരൻ ആക്ച്വലി നമ്മുടെ ജീത്തു ജോസഫിന്റെ അസോസിയേറ്റ് ആണ് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അതെ, ദൃശ്യത്തിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്, നേരിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആക്ച്വലി പടം റൈറ്റ് ചെയ്തിരിക്കുന്നത് ലിൻഡോ ദേവസ്യ ആൻഡ് ജോമോൻ ജോൺ ആണ്. പിന്നെ പടത്തിന്റെ മറ്റ് കാസ്റ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ കൃഷ്ണപ്രഭയുണ്ട്, ശോഭി തിലകനുണ്ട്, പിന്നെ ദിനേശ് പ്രഭാകരൻ, പിന്നെ മാത്യു വർഗീസ്, പിന്നെ കോട്ടയം രമേശ്, അങ്ങനെ കുറച്ചധികം ആൾക്കാർ എല്ലാവരും കൂടെ വരുന്ന ഒരു പടമാണ് സുഹൃത്തുക്കളെ. പടത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു ത്രില്ലർ, ഡ്രാമ അങ്ങനത്തെ ഒക്കെ ഒരു ജോണറി വരുന്ന ഒരു പടമാണ്. സ്റ്റോറി ആക്ച്വലി നടക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്, ഇടുക്കി ഡിസ്ട്രിക്റ്റിലുള്ള ഒരു പോലീസ് സ്റ്റേഷനിലാണ്. അപ്പോൾ ഫസ്റ്റ് ടൈം പോലീസിൽ ജോലി കിട്ടി ഫസ്റ്റ് അപ്പോയിൻമെൻറ്റുമായിട്ട് വരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് നമ്മുടെ ഷെയ്ൻ നിഗം ഈ പടത്തിനകത്ത് അഭിനയിച്ചിരിക്കുന്നത്. പടം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു വൺ ടൈം വാച്ചബിൾ സാധനം വിത്ത് കുറച്ചധികം ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ ആയിട്ട് പോകുന്ന ഒരു ത്രില്ലർ ജോണറിലുള്ള ഒരു പടം. അതാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത്. പിന്നെ ജീത്തു ജോസഫിന്റെ അസോസിയേറ്റ് ആയതുകൊണ്ട് ആ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ പടത്തൊക്കെ വന്നും പോയിട്ടുണ്ട്. പക്ഷേ എന്തൊക്കെയോ സാധനങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ ലാസ്റ്റിലത്തെ ഒരു ക്ലൈമാക്സ് അല്ലെങ്കിൽ ആ ഒരു 10-20 മിനിറ്റ് ഭയങ്കരമായിട്ടുള്ള അൺപ്രഡിക്റ്റബിൾ സാധനങ്ങളായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബട്ട് ഓവറോൾ പടം നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ എനിക്കൊരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. ട്രെയിലറിലൊക്കെ കാണുമ്പോഴത്തേക്ക് ഞാൻ പേഴ്സണലി കുറച്ചും കൂടെ ഒക്കെ സാധനങ്ങൾ എക്സ്പെക്ട് ചെയ്തിരുന്നു, കുറച്ചും കൂടെ ഒക്കെ ഉള്ള ഒരു ഇത്. ബട്ട് അത്രയ്ക്ക് ഇങ്ങോട്ട് വന്നില്ല. പിന്നെ അത് മാത്രമല്ല, ഷെയ്ൻ നിഗമിൻ്റെ പോലീസ് റോള് അത്ര കൺവിൻസിങ് ആയിട്ട് എനിക്ക് പേഴ്സണലി അങ്ങനെ അങ്ങോട്ട് വർക്കായിട്ടില്ല. കാരണം പുതിയതായിട്ട് ജോയിൻ ചെയ്ത ഒരാൾ എന്ന നിലയ്ക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മേ ബി കുറച്ചധികം കൺവിൻസ്ഡ് ആയിരിക്കാം. ബട്ട് എന്തോ ഭയങ്കരമായിട്ടുള്ള ഒരു സാധു എന്ന ഒരു ഭയങ്കരമായിട്ട് അങ്ങനത്തെ ഒരു സാധനമാണ് ഫീൽ ചെയ്തത്. ബട്ട് സം സിറ്റുവേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്ക് പുള്ളിയുടെ ആ ഒരു മറ്റേ പോലീസുകാരുടെ ആ ഒരു ദേഷ്യ പ്രകടനവും അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ നൈസായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ ഈ പറഞ്ഞതുപോലെ കുറച്ച് ഭയങ്കര സാധുവായിട്ടുള്ള ഒരു പോലീസുകാരൻ എന്നുള്ള ആ ഒരു സാധനമാണ് വന്നത്. ബട്ട് എന്തല്ലേ ക്ലൈമാക്സ് ഒക്കെ എത്തുമ്പോഴത്തേക്ക് ഞാൻ വേറെ ഒരു രീതിയിലുള്ള നോർമലി നമ്മൾ കണ്ടുവരുന്ന പടത്തിലൊക്കെ പോയിട്ട് ഒരു സാധനമാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ അത് പൊളിച്ചായിരുന്നു ക്ലൈമാക്സ്. എനിക്ക് ഞാൻ അങ്ങനെയുള്ള ഒരു എൻഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ട്വിസ്റ്റ് സാധനങ്ങൾ ഞാൻ പ്രതീക്ഷയില്ലായിരുന്നു. ബട്ട് അതെനിക്ക് ഇഷ്ടപ്പെട്ടു. അതെന്തായാലും സംഭവം നൈസായിരുന്നു. പിന്നെ പടം കാണാൻ പോകുന്നവരുടെ ശ്രദ്ധയ്ക്ക് പടത്തിൻ്റെ ടൈറ്റിൽ കാർഡ് ആദ്യമൊന്നും കാണിക്കത്തില്ല, പടത്തിൻ്റെ ലാസ്റ്റേ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് ഫോണും പിടിച്ച് വെറുതെ നോക്കിയിരിക്കേണ്ട. ഞാൻ എന്തായാലും നോക്കിയിരുന്നായിരുന്നു, ചമ്മിപ്പോയി. അതുകൊണ്ട് പടത്തിൻ്റെ ലാസ്റ്റിലെ പടത്തിൻ്റെ ടൈറ്റിൽ കാർഡ് കാണിക്കത്തുള്ളൂ. അതൊരു നോട്ടബിൾ പോയിൻ്റാണ്. അല്ലാതെ നിങ്ങൾക്ക് ചുമ്മാ പോയിരുന്ന് കാണാൻ പറ്റിയ ഒരു കുഞ്ഞു പടം വിത്ത് ഞാൻ പറഞ്ഞില്ല ഇങ്ങനത്തെ ഉള്ള ഒരു ത്രില്ലർ അല്ലെങ്കിൽ കുറച്ച് കേസ് അന്വേഷണം കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളൊരു പടമാണ്. ഫുൾ കാണിക്കുന്നത് പോലീസ് സ്റ്റേഷനും ചുറ്റുപാടും ക്വാർട്ടേഴ്സും അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണിക്കും. ഇത് നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള പോലീസ് സ്റ്റേഷൻ ബേസ് ആയിട്ടുള്ള സ്റ്റോറി ആണോ എന്ന് ചോദിച്ചാൽ ആണെന്നും പറയാം, അല്ലെന്നും പറയാം. പക്ഷേ എന്നാൽ ട്വിസ്റ്റ് വരുമ്പോഴത്തേക്ക് മറ്റുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് തോന്നുന്ന ഒരു രീതിക്കുള്ള സംഭവമാണ്. എനിക്ക് ഭയങ്കരമായിട്ട് വർക്കായ സാധനം ഇതാണ്. ഇതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതായത് അതുവരെ കണ്ടിരുന്ന മൂവിയിൽ നിന്ന് എനിക്ക് കുറച്ച് ഹൈപ്പ് തന്നത് അല്ലെങ്കിൽ കുറച്ച് ഹൈ തന്നതും ആ ലാസ്റ്റ് ക്ലൈമാക്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത്. അതുവരെ പണം ഈ സ്ലോ ബേസ് ആണ്. ഞാൻ വലിയ കേസ് അന്വേഷണവും കാര്യങ്ങളും പിന്നെ ചില സമയത്ത് നമ്മൾ തന്നെ വിചാരിച്ചു പുള്ളി ഈ കേസ് തീർക്കുമോ, അതിന് വേറെ ആരെയൊക്കെ വരുമോ. അപ്പോൾ എന്തായാലും എല്ലാവരും പോയി കാണുക ദൃഢം എന്ന് പറയുന്ന മൂവി. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. ഇനി പറഞ്ഞല്ലോ ക്ലൈമാക്സും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് കുറച്ച് ഹൈ തന്നത്. നിങ്ങൾക്കും ചിലപ്പോൾ അതൊക്കെ ആയിരിക്കും ഹൈ തരുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങൾക്ക് ഫുൾ പടം ചിലപ്പോൾ ഹൈ തന്നെന്നിരിക്കാം. അപ്പോൾ എന്തായാലും കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. കാണാൻ പോകുന്നവരാണെങ്കിൽ കണ്ടിട്ട് വന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് പടം ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള കാര്യങ്ങൾ. അതോടുകൂടി നമ്മുടെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടൊക്കെ ചെയ്യുക. നമുക്ക് ഇൻസ്റ്റയിലും പേജുണ്ട്. അതിൻ്റെയൊക്കെ ലിങ്ക് നമ്മുടെ ബയോയിൽ അവിടെ ഇവിടെയൊക്കെ കാണുന്നതായിരിക്കും. ജസ്റ്റ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് കൂടിയോ. എസ് കെ സബ് അത്രേ ഉള്ളൂ. ടാറ്റാ, ബൈ ബൈ.